Hi everyone, I'm Shani Dharmish from Team Learnwise. Learnwise കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺവൈസിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ചാണ്. അതാണ് ഹാപ്പിനെസ് അംബാസഡർ. നമുക്കറിയാം ലേൺവൈസിൽ ഡിഗ്രി അല്ലെങ്കിൽ PG നേടണം എന്ന ആഗ്രഹത്തോടു കൂടി ജോയിൻ ചെയ്യുന്ന ഓരോ ലേണറുടെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അതുപോലെ പ്രായം കൊണ്ടായിക്കോട്ടെ, പ്രായത്തിൽ തന്നെ 18 മുതൽ 70 വയസ്സിന് വരെ ഇടയിലുള്ള ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. മറ്റ് സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തികപരമായിട്ടുള്ള ഡിഫറൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജോലി സംബന്ധമായിട്ടും കുടുംബ സാഹചര്യങ്ങൾ കൊണ്ടും ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൊണ്ടൊക്കെ തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റിയാണ് ലേൺവൈസിന്റെ ലേണേഴ്സിൽ നമുക്ക് കാണാനാവുന്നത്. അപ്പൊ ഈ ഡൈവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഇവരെയൊക്കെ യൂണിഫൈ ചെയ്യുന്ന ഒരേ ഒരു ഘടകമാണുള്ളത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ മറ്റൊരു സാഹചര്യത്തിൽ വെച്ചിട്ട് അയാൾ തീരുമാനിക്കുകയാണ് എനിക്കൊരു ഡിഗ്രി അല്ലെങ്കിൽ PG വേണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വാശി അയാൾ കീപ്പ് ചെയ്യാണ്. ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വാശി തന്നെയാണ് നമ്മളെ യൂണിഫൈ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും പഠനം നിർത്താനും പഠനത്തിലേക്ക് തിരിച്ചു വരാനുള്ള റീസൺ ഒരുപാട് ഡിഫറെന്റ് ആണ്. ബട്ട് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ലേണേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് നോളജ് നേടണം എന്ന ആഗ്രഹത്തോടു കൂടി ചേരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കരിയറിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടു കൂടി ഡിഗ്രി അല്ലെങ്കിൽ PG വേണം എന്ന് ആഗ്രഹിച്ച് ചേരുന്നവരുണ്ടാവും. ഇതും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് ഒരു നിലയും വിലയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യാൻ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG വിദ്യാഭ്യാസ യോഗ്യതയുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിശ്വസിച്ച് ചേരുന്നവരുണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റീസൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ റീസൺസ് മുൻനിർത്തിക്കൊണ്ട് ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ ലേൺവൈസിൽ ജോയിൻ ചെയ്യാണ്, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് കേൾക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാവും, ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാവാം, അത് നമ്മുടെ പഠനത്തെ ഒരുപാട് രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ബേസിക്കലി നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അൺസർട്ടനിറ്റികളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ലേൺവൈസിൽ ജോയിൻ ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ ഇടയിൽ വെച്ച് കടന്നു വരാം. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പഠനം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഏൽക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ തന്നെ നമ്മുടെ പഠനത്തെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പരീക്ഷകളെയോ ഒക്കെ തന്നെ വളരെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും വളരെ ഗംഭീരമായ രീതിയിൽ, വിജയകരമായ രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഉറപ്പായിട്ടും മറ്റൊരാളുടെ സപ്പോർട്ട് വേണം. നമുക്ക് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റു പല സപ്പോർട്ടുകളും. ഇത്തരത്തിൽ ശാസ്ത്രപരമായി തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ സേവനം ലേൺവൈസ് നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ പേരാണ് നമ്മുടെ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു റെഗുലർ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അത് അഡ്രസ് ചെയ്യാനും നമുക്ക് സഹായം നൽകാനൊക്കെ ആയിട്ട് സുഹൃത്തുക്കളും ടീച്ചേഴ്സും മെന്റേഴ്സും ആയിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഡിസ്റ്റൻസ് ലേണിംഗ് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒറ്റയ്ക്കാണ്. അപ്പൊ അയാൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു സപ്പോർട്ടിനായിട്ട് ഒരു സിസ്റ്റം വേണം എന്നതിനെ മനസ്സിലാക്കിയിട്ടാണ് ലേൺവൈസ് ഈ ഒരു ഇനിഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ലേൺവൈസിന്റെ ഓരോ ലേണർക്കും ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ സേവനം നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ അതിനായി സ്പെഷ്യൽ ലിങ്ക് ഒക്കെ ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ശേഷം അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ഹാപ്പിനെസ് അംബാസഡറുമായിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ സെഷൻ ബുക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശേഷം കൃത്യമായ സമയത്ത് തന്നെ ഹാപ്പിനെസ് അംബാസഡറുമായിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലേൺവൈസിന്റെ ഈ ഒരു മികച്ച സേവനം എല്ലാവരും ഉപയോഗിക്കുക. നിങ്ങൾ എല്ലാവർക്കും ഇതിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. ബട്ട് നമ്മളിൽ പലരും, ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരുപാട് ലേണേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഇത് വളരെ മികച്ച രീതിയിലുള്ള ഒരു സഹായകരമായ ഇനിഷ്യേറ്റീവ് ആണ്. ഇനി ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ലേണേഴ്സിന്റെ ആസ്പെക്ടുകളൊക്കെ, അതായത് അക്കാദമിക്സ് മാത്രമല്ല, അക്കാദമിക്സിൽ നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നിൽക്കുന്ന ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നമുക്ക് വന്നു ചേരേണ്ടതുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി എന്നതിലുപരി ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരുപാട് ചലഞ്ചുകളുണ്ട്. അതിനൊക്കെ തന്നെ വളരെ സെൽഫ് എസ്റ്റീംഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് ഫേസ് ചെയ്തുകൊണ്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നൊരു കാര്യത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ലേൺവൈസ് ബേസിക്കലി പ്രവർത്തിക്കുന്നത്. വീണ്ടും പറയുന്നു, ഇത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ നിങ്ങൾ ഈ ലേൺവൈസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ലേൺവൈസിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ്സും പരിചയപ്പെടുത്തുക. സോ സ്പ്രെഡ് ദ വേർഡ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ലേൺവൈസിന്റെ പുതിയൊരു ഇനീഷ്യേറ്റീവുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.